Again, മറ്റൊരു തേർഡ് ജെൻ ഹോണ്ട സിറ്റിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. 2010 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 73,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോപ്പർ സർവീസിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹോണ്ട സിറ്റിക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് 3,05,000 റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിലെ കൂടുതൽ കണ്ടീഷൻ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഈ പർച്ചേസ് ചെയ്യുന്ന വെഹിക്കിൾസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വെഹിക്കിൾ തന്നെ പറയാം ഹോണ്ട സിറ്റി എന്നുള്ളത്. അതിൽ തന്നെ ഏറ്റവും ഡ്രൈവ് ഫീൽ വരുന്ന ഒരു വെഹിക്കിളാണ് ഈ ഒരു വെഹിക്കിൾ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഹോണ്ട സിറ്റി SMT വേരിയൻ്റ് ആണെങ്കിലും VMTയിൽ കാണുന്ന അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വെഹിക്കിളിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല നോർമലി കാണാത്ത ഫോഗ് ലാംപ്സ് പോലത്തെ എല്ലാ ഫിറ്റിങ്സോടു കൂടി യാതൊരു വിധത്തിലുള്ള മേജർ ഡാമേജുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർ വെഹിക്കിളാണ് ഈ ഒരു വെഹിക്കിൾ എന്നുള്ളത്. അപ്പോൾ ഓരോരോ ഭാഗങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഗ്രില്ല്, ബോണറ്റ്, അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ കാര്യങ്ങളൊന്നും യാതൊരു സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ക്ലോസപ്പിൽ നമ്മൾ ഇതിൻ്റെ ഹെഡ് ലാമ്പൊക്കെ നോക്കുമ്പോഴും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ക്വാളിറ്റിയിൽ ഒരു ലൈറ്റ് ആ ഒരു ബ്ലാക്ക് ഫോഗ് ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെയാണ് ഈ ഒരു ഗ്ലാസ് കമ്പനി വരുന്നത്. അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങിൽ യാതൊരു ഡാമേജും ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ ആ ഫ്രണ്ട് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല കമ്പനി അലോയ് വീൽസ്, ആ സ്റ്റോക്ക് അലോയ് വീൽസാണ് വെഹിക്കിളിൽ വരുന്നത്. കാര്യമായിട്ടുള്ള ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അലോയ് വീൽസും ഓൾ ഹാങ്കോക്കിൻ്റെ ടയേഴ്സ് ഏകദേശം 60% കണ്ടീഷനുള്ള ഹാങ്കോക്കിൻ്റെ ടയേഴ്സാണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. നമുക്ക് ഓരോരോ ചെറിയ ഭാഗങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും യാതൊരു വിധത്തിലുള്ള ഡാമേജോ മൈനർ സ്ക്രാച്ചസോ ഈ ഒരു വെഹിക്കിളിനില്ല. പ്രധാനപ്പെട്ടാണ് അതിൻ്റെ ബോഡി ക്വാളിറ്റി എന്നുള്ളത്. ബോഡിയിൽ ഫ്ലീറ്റ്സോ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു വണ്ടിയുടെ പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു വെഹിക്കിൾ നമ്മൾ ക്ലോസപ്പ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ബോഡിയിൽ കാര്യങ്ങളൊന്നും, കോർണർ ആ ഒരു സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ പോലും കാര്യമായിട്ടുള്ള ഫ്ലീറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഓരോ ഭാഗങ്ങൾക്കുള്ളത്. എല്ലാ ഫൈബർ പാർട്സ് ആണെന്നുണ്ടെങ്കിലും വെതർ സ്ട്രിപ്പ്, അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും അത്രയ്ക്ക് ക്ലീനായിട്ട് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിയറിലുള്ള ടയേഴ്സിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഏകദേശം 70% കണ്ടീഷനുള്ള ഹാങ്കോക്കിൻ്റെ ടയേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ അലോയ് വീൽസൊന്നും യാതൊരു ഡാമേജും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റും. ഇനി റിയർ പോർഷനിലേക്ക് വരുമ്പോൾ നമ്മളെ ഹെഡ് ലാമ്പ് കണ്ട പോലെ തന്നെ ടെയിൽ ലാമ്പ് കാര്യങ്ങളൊന്നും യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ക്ലോസപ്പ് വ്യൂവിലും നല്ല നീറ്റ് ആൻഡ് ഫിനിഷായിട്ട് നമുക്ക് വണ്ടി കാണാൻ പറ്റും. മാത്രമല്ല ക്യാരക്ടർ ലൈൻസൊന്നും യാതൊരു ഡാമേജും ഇല്ല. എക്സ്ട്രാ ഫിറ്റിംഗ് എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വെഹിക്കിളിന് റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിയർ പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് എടുത്ത് പറയേണ്ടതായിട്ടുള്ള വളരെ മൈനറായിട്ടുള്ള സ്ക്രാച്ച് ഈ ഒരു പെട്രോൾ ലിഡിൻ്റെ താഴെ വന്നിട്ടുള്ള ചെറിയൊരു സ്ക്രാച്ച് നമുക്ക് ഈ ഒരു ലൈൻ പോലെ കാണാൻ പറ്റും. ഈ ഒരു സ്ക്രാച്ചാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ എടുത്ത് പറയേണ്ടതായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഡോറിൽ, അതായത് ഫ്രണ്ട് കോ ഡ്രൈവർ സീറ്റ് ആ ഡോറിൻ്റെ താഴെയായിട്ട് വളരെ മൈനറായിട്ടുള്ള ഒരു സ്ക്രാച്ച് നമുക്ക് കാണാൻ പറ്റും. ക്യാമറയിൽ അത്ര വിസിബിൾ അല്ല, പക്ഷെ അത്രയും ഡീപ്പായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്ക്രാച്ച് നമുക്ക് കാണാൻ പറ്റും. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ മറ്റ് ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ലാതെ, വിതർ സ്ട്രിപ്പ് കാര്യങ്ങളൊന്നും ഒട്ടും ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫിൻ്റെ കണ്ടീഷൻ ആണെങ്കിലും നമ്മൾ ഈ ഹോണ്ട സിറ്റി പോലുള്ള വെഹിക്കിൾസിൻ്റെ റൂഫ് നമ്മൾ പ്രത്യേകം നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഫ്ലീറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ടുള്ള റൂഫും കാര്യങ്ങളാണ് വെഹിക്കിളിനുള്ളത്. ഇനി നമുക്ക് ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോഴും യാതൊരു ഡാമേജ്, ആ ഒരു മൈനറായിട്ട് നമ്മൾ ആ ഒരു കോ ഡ്രൈവർ സൈഡിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വെഹിക്കിളിനില്ല. അത്രയ്ക്ക് ക്ലീനാണ്, യാതൊരു വിധത്തിലുള്ള മൈനർ ഡെൻറ്റ് പോലും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മിററിൻ്റെ ഭാഗങ്ങളാണെങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള മൈനർ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫൈബർ പാർട്സിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്ലീനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. അപ്പോൾ ഫ്രണ്ട് അലോയ് വീലിൻ്റെ ഈ ഒരു ക്യാപ്പ്, നമുക്ക് ഈ ഒരു സൈഡിൽ ഹോണ്ടയുടെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ആ ക്യാപ്പ് ഈ ഒരു സൈഡിൽ മിസ്സിംഗ് ആണ്. ബട്ട് ടയേഴ്സിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ ടയേഴ്സും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു 60% കണ്ടീഷനുള്ള ഹാങ്കോക്കിൻ്റെ ടയേഴ്സ് തന്നെയാണ്. അപ്പോൾ ഓവറോൾ വെഹിക്കിളിൻ്റെ ബോഡി ക്വാളിറ്റി ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ വളരെ ക്ലോസപ്പായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല 4 ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡോർ സൈഡിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിളിന് ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിങ്ങും, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗിൽ തന്നെ വരുന്നത്. യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉള്ള ഈ ഒരു സ്റ്റിയറിംഗിൽ യാതൊരു കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നുമില്ല. ആകെ നമുക്കൊരു കളർ ഫെയ്ഡ് എന്ന് പറയാനായിട്ട് ഈ ഒരു ക്രോം ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ചെറിയൊരു ഡാമേജാണ്. ഡാഷ്ബോർഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ, ഇൻക്ലൂഡിങ് ഇതിൻ്റെ എയർവെൻ്റ് അടക്കമുള്ള ഭാഗങ്ങളെല്ലാം തന്നെ അത്രയ്ക്ക് ഫ്രഷ്നെസ്സിൽ കസ്റ്റമർ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോർമൽ ഹോണ്ട സിറ്റി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള സ്വിച്ചസിലൊക്കെ ചെറിയൊരു ഡാമേജ്, ഈ AC-യുടെ സ്വിച്ചസൊക്കെ ചെറിയ ഡാമേജ് കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് USB കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. മാത്രമല്ല ഹൈ ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റവും നല്ല ചിൽഡ് ആയിട്ടുള്ള AC കാര്യങ്ങളും
യാതൊരു വിധത്തിലുള്ള നോബുകൾക്കൊന്നും യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ ഉള്ളത്. മാത്രമല്ല ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും നമുക്ക് എയർ ബാഗും അവൈലബിൾ ആണ്. സീറ്റ്സ് എല്ലാം തന്നെ കമ്പനി ആ ഒരു ഷോറൂം വരുന്ന ഫുൾ ഓപ്ഷനിൽ വരുന്ന ആ ഒരു ലെതർ സീറ്റ്സ് ആണ് വെഹിക്കിളിനുള്ളത്. അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലോസപ്പിൽ നോക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലും ഡാമേജോ ഡിപ്രസ്ഡോ ആവാത്ത അത്രയ്ക്ക് നീറ്റായിട്ടുള്ള സീറ്റ്സും വിത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഹൈറ്റിൽ ഈ ഒരു വെഹിക്കിൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സും കാര്യങ്ങളാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യൂവിൽ നമുക്ക് ഇതിൻ്റെ റൂഫും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ റൂഫിൻ്റെ കാര്യമൊക്കെ വളരെ ക്ലോസപ്പിൽ നോക്കുകയാണെങ്കിലും ചെറിയ ഒരു ഡാമേജോ ചെറിയൊരു അഴുക്ക് പോലും ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു റൂഫിൻ്റെ ഭാഗത്തു നിന്നില്ല. അതുപോലെ തന്നെയാണ് റിയർ സീറ്റിൻ്റെ ഭാഗവും നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമലി നമുക്ക് ഹോണ്ട സിറ്റിയിൽ വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത്, ഇതിൻ്റെ സ്റ്റിയറിങ് ഹാർഡായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെഹിക്കിളിൻ്റെ സ്റ്റിയറിങ് വളരെ സ്മൂത്താണ്. യാതൊരു വിധത്തിലുള്ള സ്റ്റിയറിംഗ് റീപ്ലേസ്മെൻറ്റോ ബുഷ് അടിച്ചിട്ടിട്ട് പണിതിട്ട് നോയ്സ് ഒഴിവാക്കിയിട്ട് അങ്ങനെയുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഈ വെഹിക്കിളിനില്ല. അത്രയ്ക്ക് സ്മൂത്തായിട്ടുള്ള ആ ഒരു എക്സാക്റ്റ് ആ ഒരു ഹോണ്ട സിറ്റിക്ക് വരുന്ന ആ ഒരു സ്മൂത്ത് സ്റ്റിയറിംഗ് തന്നെയാണ് ഈ ഒരു വെഹിക്കിളിനുള്ളത്. എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട് പോർഷൻ കണ്ടതിനേക്കാൾ ക്വാളിറ്റിയിൽ യാതൊരു വിധത്തിലും ഡിപ്രസ്ഡ് ആവാത്ത രീതിയിൽ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ റിയർ സീറ്റ്സും ഹാൻഡ് റെസ്റ്റിൻ്റെ ഭാഗങ്ങളെല്ലാം ഉള്ളത്. നമുക്ക് ആക്ച്വലി ഈ ഒരു സീറ്റ് കവറിൻ്റെ അടിയിൽ ജസ്റ്റ് ലൈക്ക് ന്യൂ പോലത്തെ അൺയൂസ്ഡ് ആയിട്ടുള്ള ആ ഒരു സീറ്റ് ഒട്ടും ഡാമേജ് ആവാതെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ അണ്ടർ മാറ്റ് ഫ്ലോർ മാറ്റ് അടക്കമുള്ള എല്ലാ ഫൈബർ ഭാഗങ്ങളും ഈ ഒരു കൂടുതലായിട്ടും സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉള്ള ഈ ഒരു ഭാഗങ്ങളടക്കം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ഡാമേജും ഇല്ലാതെ നമുക്ക് ഈ വെഹിക്കിൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ പെയിൻറ്റ് ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ റിയർ പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ അപ്പോൾസറീസ് ഉള്ളത്. ഈ അപ്പോൾസറീസ് ഒന്നും ഒരിക്കലും ഡാമേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ആ ഒരു പഴയ കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു ഇൻറ്റീരിയർ വാഷ് പോലും ചെയ്യാതെ ഈ ഒരു കണ്ടീഷനിൽ ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഉള്ളത്, അതിൻ്റെ ബൂട്ട് ഫ്ലോറിലുള്ള അപ്പോൾസറീസ് ഉള്ളത്. മാത്രമല്ല യാതൊരു വിധത്തിലുള്ള വാട്ടർ ലീക്കേജോ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ കണ്ടീഷനിലുള്ള ബൂട്ട് ഫ്ലോറും അതുപോലെ തന്നെ ഹാങ്കോക്കിൻ്റെ തന്നെ ഏകദേശം 70-80% കണ്ടീഷനുള്ള ടയേഴ്സും സ്പെയർ ടയറാണ്. മാത്രമല്ല എല്ലാ ടൂൾസും ജാക്ക് ടൂൾസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് അവൈലബിൾ ആണ്. സ്ട്രക്ചറലായിട്ടുള്ള ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാ പില്ലേഴ്സും അതുപോലെ തന്നെ എല്ലാ എഡ്ജസും നമ്മൾ നോക്കുകയാണെങ്കിലും ക്ലീനാണ്. യാതൊരു വിധത്തിലുള്ള സ്ട്രക്ചറൽ ഡാമേജും ഇല്ലാതെ നല്ല നീറ്റായിട്ട് വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും നോർമൽ നമ്മൾ ഈ ഒരു ഗ്യാപ്പിലൊക്കെ നോക്കുമ്പോൾ ചെറിയ രീതിയിൽ അഴുക്കുകളോ ഡാമേജസോ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും വളരെ ക്ലോസപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എയർ വെൻറ്റുകളാണെന്നെങ്കിലും ഡാഷ് ബോർഡിൻ്റെ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലും സെൻട്രൽ കൺസോൾ ആണെന്നുണ്ടെങ്കിലും ഇൻക്ലൂഡിങ് ഇതിൻ്റെ ഗിയർ നോബ് അടക്കമുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നല്ല ക്ലീനായിട്ട് യാതൊരു ഡാമേജ് ആ ഫൈബറിൻ്റെ ആ ഒരു എക്സാക്റ്റ് ഫൈബറിൻ്റെ ആ ഒരു ന്യൂ പോലത്തെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും. റൂമാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലോസപ്പിൽ ഇതിൻ്റെ എഡ്ജസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ മേജറായിട്ട് ആപ്രോണിലേക്ക് തട്ടുന്ന രീതിയിൽ യാതൊരു ഡാമേജോ കാര്യങ്ങളോ ഈ വെഹിക്കിളിനില്ല. ആപ്രോണിൻ്റെ പേസ്റ്റിങ് പോയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് താഴേക്കുള്ള ഭാഗങ്ങൾ വരെയുള്ള എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ്. ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ ഫൈബർ പാർട്സിനുള്ളത്. ഫൈബർ പാർട്സ് ആണെന്നുണ്ടെങ്കിലും റബ്ബർ ബീഡിങ്ങുകളാണെന്നുണ്ടെങ്കിലും യാതൊരു ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല ഫയർ വാളിൻ്റെ ഭാഗം ആ ഇൻറ്റീരിയറിൽ കാണുന്ന ആ ഒരു എഞ്ചിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഫയർ വാളിൻ്റെ ഭാഗമൊക്കെ അത്രയ്ക്ക് ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ട്. മാത്രമല്ല വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു 70,000 കിലോമീറ്റർ അറൗണ്ട് ഓടിയിട്ടുള്ള ഹോണ്ട സിറ്റി സിംഗിൾ ഓണർഷിപ്പിൽ അവൈലബിൾ ആവാന്നുള്ളതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ യാതൊരു ഡാമേജും ഇല്ലാതെ പക്ക സ്മൂത്ത് ആയിട്ടുള്ള 4 സിലിണ്ടർ 1.5 ലിറ്റർ എഞ്ചിനാണ്. ഏകദേശം 15 കിലോമീറ്റർ നിങ്ങൾക്ക് ആവറേജ് മൈലേജ് ഗുഡ് ഡ്രൈവ് ആണെങ്കിൽ കിട്ടും. സിറ്റി ഡ്രൈവിൽ 12 കിലോമീറ്റർ ആണ് എബോ മൈലേജും ഈ ഒരു വണ്ടി അഷ്വർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഓയിൽ ലീക്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു എഞ്ചിൻ ന്യൂ കൂളൻറ്റും അതുപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ ആണെങ്കിലും ഫ്രഷ് ആണ്. മാത്രമല്ല യാതൊരു വിധത്തിലുള്ള മേജർ ആക്സിഡൻറ്റ് ഡാമേജ് കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിളിനില്ല. ക്വാളിറ്റിയിലുള്ള ഹോണ്ട സിറ്റിക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് 3,05,000 റുപ്പീസാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്.